യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മുഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും നമുക്ക് ജീവനുള്ള കർത്താവ് നല്ലൊരവസരം തന്നിരിക്കുകയാണ്. ഞാൻ ഈ തിരുവചനം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ ഈ നാളുകളിൽ കടന്നു വന്ന ചില വേദപുസ്തകത്തിലെ ചില ധ്യാന ചിന്തകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ആ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യൻ ചോദിക്കാതെ തന്നെ ഒരു ദേവാലയത്തിൽ ഒരു കൈ വരേണ്ട മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദേവാലയത്തിൽ ഒരു കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദേശത്ത് 6000 ഭൂതമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇവരാരും യേശുവിനോട് ചോദിച്ചിട്ടല്ല കർത്താവ് അവരെ സൗഖ്യമാക്കിയത്. ആരും അപേക്ഷിച്ചിട്ടല്ല, ആരും അവർക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുമല്ല കർത്താവ് അവരെ സൗഖ്യമാക്കിയത്. യേശു ഉള്ളിടത്ത് വരുമ്പോൾ സൗഖ്യമുണ്ട്. യേശു ഉള്ളിടത്ത് നാം വരുമ്പോൾ നാം ചോദിക്കാതെ തന്നെ നമുക്ക് സൗഖ്യമുണ്ടാകുന്നു. നമുക്ക് ആന്തരികമായ മാറ്റങ്ങൾ വരുന്നു. നമ്മുടെ അകത്ത് നിന്ന് ഭൂതങ്ങൾ ഇറങ്ങി മാറുന്നു. എല്ലാം ഞാൻ ചോദിച്ചിട്ടല്ല നടക്കുന്നത്. അല്ലാതെ തന്നെ നമുക്കിതെല്ലാം കർത്താവിൽ നിന്ന് അനുഭവമായി തീരുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തോടെ നാം ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ കർത്താവ് ആഹാരം കൊടുത്തു. 5 അപ്പം കൊണ്ട് 5000 പേരെ, 7 അപ്പം കൊണ്ട് 4000 പേരെയൊക്കെ പോഷിപ്പിച്ചു. അവരാരും ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞില്ല. അയ്യോ കർത്താവേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞില്ല. അത് പറയുന്നതിന് മുമ്പ് തന്നെ, അങ്ങനെയൊരു വിശപ്പിനെക്കുറിച്ച് അവർക്കൊരു വിചാരം വരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അവർക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞു. എത്ര നല്ലവനാണ് നമ്മുടെ യേശു! അതും വെറുതെ ഒരു അഭയാർത്ഥി ക്യാമ്പിലെ ഭക്ഷണം പോലെയല്ല, നല്ല ഫിഷ് കറി മീൽസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഭക്ഷണം തന്നെ കർത്താവ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കൊടുത്തു. നാം ഒന്ന് ഓർത്ത് നോക്കണം, നമ്മുടെ യേശു എത്ര നല്ലവനാണ്. അയ്യോ കർത്താവേ എനിക്ക് വിശപ്പ് വരുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടത് അവൻ കരുതി കഴിയുന്നു. ഹോശയ്യാപ്രവചനത്തിൽ പറയും, അവൻ തീയിനിട്ട് കൊടുക്കുന്നുവെന്ന്, മത്സ്യത്തിന് തീയിനിട്ട് കൊടുക്കുന്നുവെന്ന്. എന്നുവെച്ചാൽ ദൈവമക്കൾ നാം കടലിലെ മത്സ്യത്തെ പോലെയോ കരയിലെ അല്ലെങ്കിൽ കായലിലെ മത്സ്യത്തെ പോലെ ഇങ്ങനെ ധാരാളം വിഭവങ്ങളുള്ളവരൊന്നുമല്ല. ഒരു അക്വേറിയത്തിലെ അല്ലെങ്കിൽ ഒരു ഫിഷ് ടാങ്കിലെ മീനിനെ പോലെയുള്ളൂ. ഇട്ട് കൊടുത്താലേ ആഹാരം കിട്ടുകയുള്ളൂ. ആഹാരം ഇട്ട് കൊടുത്താലേ ഫിഷ് ടാങ്കിൽ കിടക്കുന്ന മീനിന് ആഹാരം കിട്ടുകയുള്ളൂ. ഹോശയ്യാപ്രവചനത്തിൽ പറയും, അവൻ ആഹാരം ഇട്ട് കൊടുക്കുന്നുവെന്ന്. ദൈവമക്കളെ, തക്ക സമയത്ത് നമുക്ക് വേണ്ടത് കർത്താവ് ഇട്ട് തരികയാണ് ചെയ്യുന്നത്. നമുക്കൊരുപാടൊന്നും ഇല്ല, കർത്താവിനറിയാം. നമുക്ക് ബുദ്ധിയുമില്ല, കഴിവുമില്ല, റിസോഴ്സുമില്ല, സൗന്ദര്യവുമില്ല, പ്രാഗൽഭ്യമില്ല, ഒന്നുമില്ല. പക്ഷേ തക്ക സമയത്ത് വേണ്ടതെല്ലാം ഒരു ഗ്ലാസിൻ്റെ കൂട്ടിക്കിടക്കുന്ന മീനിന് ഉടമസ്ഥന് ഇട്ട് കൊടുക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ കർത്താവ് ഇട്ട് തരികയാണ് ചെയ്യുന്നത്. എത്ര നല്ലവനാണ് ഈ യേശു! ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിനെ അവൻ്റെ വീട്ടുകാരും അംഗീകരിച്ചില്ല, അവൻ്റെ നാട്ടുകാരും അംഗീകരിച്ചില്ല, അവൻ്റെ വീട്ടുകാരും അംഗീകരിച്ചില്ല. പക്ഷേ സ്വർഗത്തിൽ നിന്ന് മാത്രം അവനൊരു അംഗീകാരം കിട്ടി. വേറെ ആരും അവനെ അംഗീകരിച്ചില്ല. ഈ ഭൂമിയിൽ ആരും അവനെ അംഗീകരിച്ചില്ല. ദൈവമക്കളെ, നമ്മളെ ഈ ഭൂമിയിൽ ആരും അംഗീകരിച്ചെന്ന് വരില്ല. ഒരു വീട്ടുകാരും അംഗീകരിച്ചെന്ന് വരില്ല. ഒരു നാട്ടുകാരും അംഗീകരിച്ചെന്ന് വരികയില്ല. ഒരു സ്ഥലത്തും നമുക്ക് അംഗീകാരം കിട്ടിയെന്ന് വരികയില്ല. പക്ഷേ അംഗീകാരം കിട്ടാത്തവനോടും ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമെന്ന് ജീവനുള്ള ദൈവം, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവമക്കളെ, നിങ്ങളുടെ കുലം ചെറുത്, നിങ്ങളുടെ കുലമഹിമ കുറവ്, എല്ലാം നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഗിദെയോനെ കുറിച്ച് ഓർക്കണം. ഗിദെയോൻ പറയും, എൻ്റെ കുലം എന്തുള്ളൂ, എൻ്റെ കുടുംബം എന്തുള്ളൂ. അതാണ് ഗിദെയോൻ പറയുന്നത്. എൻ്റെ കുലം എന്തുള്ളൂ, എൻ്റെ കുടുംബം എന്തുള്ളൂ. കർത്താവ്, ഇതൊന്നും കൊലയാൻ മാത്രമുള്ള കുലവുമില്ല,
കുടുംബവും ഇല്ല. ഉടനെ ജീവനുള്ള ദൈവം ഗിദെയോനോട് പറയുകയാണ്, ഗിദെയോനെ, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. നിൻ്റെ കുലവും ചെറുത്, നിൻ്റെ കുടുംബവും ചെറുത് എന്ന് ഗിദെയോൻ പറഞ്ഞപ്പോൾ, നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-16 വാക്യമാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. ഉടനെ ദൈവം പറയുകയാണ്, ഗിദെയോനെ, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. ദൈവമക്കളെ, എത്ര നല്ലവനാണ് ഈ ദൈവം, എത്ര നല്ലവനാണ് യേശു. കർത്താവേ, എൻ്റെ കുലം ചെറുത്, എൻ്റെ ബുദ്ധി കുറവ്, എനിക്ക് കഴിവ് കുറവ്, എനിക്ക് സാമർഥ്യം കുറവ് എന്ന് പറയുമ്പോൾ ഒട്ടനെ ദൈവം പറയുന്ന മറുപടി എന്താ? ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. ദൈവമക്കളെ, ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ഗിദെയോൻ പറഞ്ഞ ആ വാക്കുകളൊക്കെ മറന്നു പോകരുത്. അത് തന്നെയാണ് 1 കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. 1 കൊരിന്ത്യർ 1:27-28 വാക്യമൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അതൊക്കെ ഒന്ന് കൂടെ വായിക്കണം നിങ്ങൾ. 1 കൊരിന്ത്യർ 1:27-28 വാക്യങ്ങളൊക്കെ ഒന്നെടുത്ത് വായിക്കണം. അപ്പോഴാണ് നമുക്ക് ആവേശം വരും, അപ്പോഴാണ് നമുക്ക് നല്ല കോൺഫിഡൻസ് വരും. നമ്മളെ ദൈവം എത്രമാത്രം വിലയുള്ളവരായി കാണുന്നു. ആ വാക്യം ഒന്ന് വായിക്കൂ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദൈവമക്കളെ, ഒന്നുമില്ലാത്തവനെ തിരഞ്ഞെടുത്തു എന്നാ പൗലോസ് പറയുന്നത്. ഒന്നുമില്ല, പ്രശംസിക്കാൻ ഒന്നുമില്ല, ഒന്നിലും പുകഴാനില്ല, ഒന്നിലുമില്ല. ഗിദെയോൻ പറഞ്ഞത് തന്നെ പൗലോസ് എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ളവനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിന് ഗിദെയോനോടും അതേ പറയാനുള്ളൂ, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. ദൈവമക്കളെ, അതുപോലെ അതൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ്, അഥവാ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇതുപോലെ സ്നേഹിക്കുന്ന, ഇതുപോലെ കരുതുന്ന, ഇതുപോലെ തീനിട്ട് തരുന്ന ദൈവമാണ്. ദാവീദ് തൻ്റെ വാർദ്ധക്യത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 37-ാം സങ്കീർത്തനം. ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു. വാർദ്ധക്യത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 37-ാം സങ്കീർത്തനം. അതൊക്കെ നിങ്ങളൊന്ന് വായിക്കണം. 37-ാം സങ്കീർത്തനമൊക്കെ വായിച്ച് നിങ്ങൾ രസിക്കണം. അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. 37-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. വാർദ്ധക്യത്തിൽ ദാവീദ് രസിക്കുകയാണ്. എന്താണ് രസിക്കുന്നത്? യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ തന്നെ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. വാർദ്ധക്യത്തിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയൊക്കെ എനിക്ക് തന്ന ഒരു ദൈവമുണ്ട്. വാർദ്ധക്യത്തിലാണത് പറയുന്നത്. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എനിക്ക് തന്ന ദൈവം. ദൈവമക്കൾ, ഇതൊക്കെ നിങ്ങൾ ധ്യാനിക്കണം. 37-ാം സങ്കീർത്തനമൊക്കെ നിങ്ങൾ ഇരുന്ന് വായിക്കണം, വായിച്ച് രസിക്കണം, അതിൽ സന്തോഷിക്കണം. എന്തായിരുന്നു അവസ്ഥ? എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഉയർത്തിയ ദൈവം, വീണുപോയി പക്ഷേ പിന്നെയും എഴുന്നേൽപ്പിക്കുന്ന ദൈവം, വീണവരെ പിന്നെയും എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ദാവീദ് ഇതാണ് പറയുന്നത്, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയൊക്കെയും തന്നു. വീഴാഞ്ഞിട്ടാണോ? വീണുപോയി, പക്ഷേ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവമക്കളെ, ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ നമുക്ക് പിടികിട്ടുക, അല്ലെങ്കിൽ അവൻ്റെ മകനായിത്തീരുക, മകളായിത്തീരുക, ഒരു സാൽവേഷൻ, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക, ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് കിട്ടുക, ഞാൻ യേശുവിൻ്റെ മകനായിത്തീരുക എന്നൊക്കെ പറയുന്നത് എത്ര വലിയ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളൊക്കെയാണ്. എന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ ധ്യാനിക്കണം. വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? എത്രയോ അപ്പനമ്മമാർ, മാതാപിതാക്കൾ വന്നു, മക്കളുടെ കാര്യം യേശുവിനോട് പറഞ്ഞു, അത് നടത്തിക്കൊണ്ടുപോയി. മക്കൾ വന്നില്ല, പക്ഷേ മാതാപിതാക്കൾ വന്നു, യേശുവിനോട് വന്നു പറഞ്ഞു, കർത്താവേ, ഇന്നതാ എൻ്റെ കൊച്ചൻ്റെ അവസ്ഥ, ഇന്നതാ എൻ്റെ മോക്കടെ അവസ്ഥ. ഭർത്താവ് പരിഹാരം കൊടുത്തു വിട്ടു. കർത്താവ് അപ്പനും അമ്മയ്ക്കും പരിഹാരം കൊടുത്തു വിട്ടു. ഒരപ്പൻ വന്ന് പറഞ്ഞു, കർത്താവ്, എൻ്റെ അവിശ്വാസം ക്ഷമിക്കണം, എനിക്ക് നിന്നെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇപ്പോൾ നീ ക്ഷമിക്കണം, എൻ്റെ അവിശ്വാസം ക്ഷമിക്കണം. കർത്താവ് പറഞ്ഞു, ഇനി അവൻ്റെ ഉള്ളിൽ ഭൂതം കയറൂല എന്ന് പറഞ്ഞു. ഇനി പിശാച് അവൻ്റെ ഉള്ളിൽ കയറൂല എന്ന്. അവനൊന്നും ചെയ്തിട്ടില്ല, അപ്പനോടാ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കാനൊരു ഒപ്പണില്ലേ? നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളുടെ മക്കളുടെ കാര്യം പറയുമ്പോൾ അതിനൊരു വിലയുണ്ട്.
അത് തീർച്ചയായും വിലയുണ്ട്. മക്കൾ വന്നില്ല, പക്ഷേ അപ്പനും അമ്മയും പറഞ്ഞു അവരുടെ വിശ്വാസം, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. പള്ളി പ്രമാണി കേട്ടത് കുഞ്ഞ് മരിച്ചുപോയി, ഇനി യേശുവിനെ വിളിക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവനങ്ങ് നിരാശപ്പെട്ടു പോയി. ഉടനെ അപ്പനോട് യേശു പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വിശ്വസിക്കുക, വിശ്വാസിയായ ഒരു അപ്പനായിരിക്കുക, വിശ്വാസിയായ ഒരു അമ്മയായിരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനൊരു യേശുവുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി മാറും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഭവം മാറും. നിങ്ങൾ ഉറപ്പായി നിൽക്കണം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ അവിശ്വാസം ക്ഷമിക്കണമേ. ഇതൊക്കെയാണ് അപ്പനും അമ്മയൊക്കെ വന്ന് കർത്താവിനോട് പറഞ്ഞത്. ഇത്ര നല്ലവനായൊരു യേശു. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭാരതീയ വിശ്വാസം അനുസരിച്ച് എന്നുവെച്ചാൽ വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ജനിച്ചു വരുന്ന നമുക്ക് 3 പേരോട് കടപ്പാടുണ്ട്. 3 പേരോട് കടപ്പാടുണ്ട്. 1, ദൈവത്തോട് കടപ്പാടുണ്ട്. 2, പാരൻസിനോട് കടപ്പാടുണ്ട്. 3, ഗുരുക്കന്മാരോട് കടപ്പാടുണ്ട്. ഭാരതീയ വിശ്വാസം പഠിപ്പിക്കുന്നത് 1, ദൈവത്തോട് കടപ്പാടുണ്ട്. 2, പാരൻസിനോട് കടപ്പാടുണ്ട്. 3, നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരോട് കടപ്പാടുണ്ട്. ദൈവത്തോടുള്ള കടപ്പാട് അതെങ്ങനെയാണ് നമ്മൾ തീർക്കുക? ദൈവത്തോടുള്ള കടപ്പാട് എങ്ങനെയാണ് തീർക്കുക? അത് നാം അറിയണം. പള്ളി കൊണ്ടുപോയി തിരുവത്തിച്ചാൽ മതിയോ? പെരുന്നാളേറ്റ് കഴിച്ചാൽ മതിയോ? പോരാ. ദൈവത്തോടുള്ള കടപ്പാട് എങ്ങനെയാണ് തീർക്കുക? അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാൻ വിശുദ്ധനാകണം. അതാണ് ദൈവത്തോടുള്ള കടപ്പാട് തീർക്കുന്നത്. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും വിശുദ്ധനാകണം. അങ്ങനെയാണ് ദൈവത്തോട് കടപ്പാട് തീരേണ്ടത്. പാരൻസിനോടുള്ള കടപ്പാട് എങ്ങനെയാണ് തീർക്കുക? എങ്ങനെയാണ് നാം അറിഞ്ഞിരിക്കണം. പാരൻസിനോടുള്ള കടപ്പാട്, അവർ ഹാർഡ് വർക്ക് ചെയ്താണ് നമ്മളെ വളർത്തിയത്. നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം, വളരണം, നിങ്ങളുടെ മക്കളെ വളർത്തണം. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ദൈവത്തോടുള്ള കടപ്പാട് എങ്ങനെ തീർക്കും? വിശുദ്ധ ജീവിതം. മാതാപിതാക്കന്മാരുടെ കടപ്പാട് എങ്ങനെ തീർക്കും? ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം, നമ്മുടെ തന്നെ കുടുംബത്തെ നോക്കണം. ദൈവമക്കളെ, പഠിപ്പിക്കുന്നവരോട്, അധ്യാപകരോടുള്ള കടപ്പാട് എങ്ങനെയാണ് തീർക്കുക? അതെങ്ങനെയാണ് തീർക്കുക? അവർ പഠിപ്പിച്ചത് ഞാൻ മറന്നുപോയി എന്ന് പറയാനിട വരരുത്. അവർ പഠിപ്പിച്ചത് ഞാൻ അനുസരിച്ചില്ലല്ലോ എന്ന് പറയാനിട വരരുത്. കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും കാര്യം മാത്രമല്ല ഈ പറയുന്നത്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മളെ ശരിയായി പഠിപ്പിച്ച അത് നാം അനുസരിച്ചില്ലല്ലോ. ഞാൻ അനുസരിക്കേണ്ട ഒരു കാര്യം ഒരു അധ്യാപകൻ, എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നു, അത് ഞാൻ അനുസരിച്ചില്ലല്ലോ എന്ന് പറയാനിട വരരുത്. സദൃശവാക്യം 5:13 വായിക്കാം. സദൃശവാക്യം 5:13 പറയും, എനിക്ക് കിട്ടിയ പ്രബോധനം ഞാൻ മറന്നു കളഞ്ഞു. അങ്ങനെ ഒരു വാക്യമുണ്ടെന്ന് തോന്നുന്നു. 5:13 വായിച്ച് സദൃശവാക്യം. എന്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ ഉപദേശിച്ചവരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. അങ്ങനെ പറയാൻ ഇടവരരുത്. അങ്ങനെയാണ് ഗുരുക്കന്മാരോടുള്ള കടപ്പാട് തീർക്കുന്നത്. അവരെന്നെ ഉപദേശിച്ചത് ഞാൻ ചെവി കൊടുത്തില്ല, കേട്ടില്ല എന്ന് പറയാൻ ഇടവരരുത്. അതനുസരിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവിടെ തന്നെ സദൃശവാക്യത്തിൽ പിന്നെ പറയും, 5:13 പറയും. അത് വേറൊരു വലിയൊരു സന്ദർഭമാണത്. 5:15 വായിച്ച്. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്ക. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ. ദൈവത്തിന് സ്തോത്രം. പലസ്തീൻ നാട്ടിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ എല്ലാ വീടുകളിലും ഓരോ കാറുണ്ട്, അല്ലെങ്കിൽ സ്കൂട്ടറുണ്ട്. കുട്ടനാടൻ പ്രദേശത്തേക്ക് ചെന്നാൽ എല്ലാ വീടുകളിലും ഒരു യമഹ എഞ്ചിൻ പിടിപ്പിച്ച ബോട്ടോ അല്ലെങ്കിൽ ഒരു വഞ്ചിയൊക്കെ കാണും. പലസ്തീൻ നാടുകളിൽ ഏറ്റവും വലിയ ലക്ഷറി ആയിരുന്നു സ്വന്തമായിട്ടൊരു ഉറവ്, ഒരു കിണറുണ്ട് എന്ന് പറയുന്നത്. വെള്ളമില്ലാത്ത നാടാണ്. അവിടുത്തെ ഏറ്റവും വലിയ ലക്ഷറിയാണ് സ്വന്തമായൊരു കിണറുണ്ട്, ഒരു ഉറവുണ്ട് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം ഇച്ഛിക്കുന്നതുമായൊരു കാര്യമാണ് ദമ്പതിമാരോരും എല്ലാവരും അവരവരുടെ ഭർത്താവിനും ഭാര്യയും സന്തോഷമായി ജീവിക്കുന്നവരായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ
സംതൃപ്തിയോടെ ജീവിക്കുന്നവരായിരിക്കണം. ഇതാണ് ഇവിടെ ശലോമോൻ പറയുന്നത്. അവിടെ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാനിടവരരുത്, അവിശ്വസ്തത വന്നു എന്ന് പറയാനിടവരരുത്. ദമ്പതിമാർ അവരുടെ ദാമ്പത്യം തൃപ്തിയോടെ കഴിയുന്നവരായിരിക്കണം. ദൈവമക്കളെ, ഇതെല്ലാം നമുക്ക് പ്രയാസമുള്ള ഉപദേശങ്ങളാണോ? ഒരിക്കലുമല്ല. വേദപുസ്തകം നമ്മളെ ഏറ്റവും ലളിതമായതും നമുക്കെല്ലാം സന്തോഷം തരുന്നതുമായ കാര്യങ്ങളാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. ഗലാത്യ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരുന്നതായ വിഷയം. എന്തുകൊണ്ടാണ് ഈ ഗലാത്യ ലേഖനവും റോമാലേഖനവും ഒക്കെ ഭാഗ്യവാനായ അപ്പോസ്തലൻ്റെ ചില തീഷ്ണതയേറിയ ലേഖനങ്ങളാണതൊക്കെ. ഒരു ഉപദേശമല്ല, തീഷ്ണമായ ഉപദേശങ്ങളാണ് അതിനകത്തെല്ലാം ഉള്ളത്. വളരെ തീഷ്ണതയോടെ അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും ഒക്കെ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്ര തീഷ്ണതയോടെ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം നമുക്കൊന്ന് കളഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെ, ഒരമ്മ ഗർഭിണിയായിരിക്കുന്നു, കുഞ്ഞ് ജനിക്കുന്നത് വരെ അമ്മയാ ശുശ്രൂഷിക്കുന്നത്, അമ്മയ്ക്കാ കരുതൽ. കുഞ്ഞ് പിറക്കുന്നത് വരെ കരുതണത് അമ്മയാ കരുതണത്. കുഞ്ഞ് പറന്നു കഴിഞ്ഞാലോ പിന്നെ കരുതണത് കുഞ്ഞിനെയാ കരുതണത്. പിന്നെ കരുതൽ കുഞ്ഞിനാ പ്രത്യേകം കരുതൽ എന്ന് പറഞ്ഞ പോലെ നാം വീണ്ടും ജനനം പ്രാപിക്കുന്നത് വരെ സഭ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ പുറമേയുള്ള ആത്മീയത്തിൻ്റെ പുറമേയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രത്യേക കാര്യങ്ങൾ, സഭ, പള്ളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ വൺസ് യു ആർ ബോൺ അഗെയിൻ, ഒരിക്കൽ നാം വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജനിച്ച കുഞ്ഞിനെയാണ് വളർത്തുന്നത്. പിന്നെ ആ ജനിച്ച കുഞ്ഞിന് വേണ്ടിയാണ് പ്രത്യേകം കരുതുന്നത്. ഞാൻ പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? കുഞ്ഞിന് വേണ്ടിയാണ് കരുതുന്നത്. എപ്പോഴും നാം നമ്മുടെ ഫെലോഷിപ്പിൽ പഠിച്ചിട്ടുള്ളത് അതാണ്. പുറമെ അതുവരെ ഉണ്ടായിരുന്നതല്ല, വീണ്ടും ജനിച്ച കുഞ്ഞുങ്ങളെയാണ് നാം കരുതുന്നത്. വീണ്ടും ജനിച്ച വ്യക്തികളെയാണ് നാം പ്രത്യേകം കരുതുന്നത്, പഠിപ്പിക്കുന്നത്, ഉപദേശിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നത്. വീണ്ടും ജനനം പ്രാപിച്ചവരെയാണ്. അതുവരെ കുഞ്ഞ് പ്രസവിക്കുന്നത് വരെ അമ്മയാണ് കരുതുന്നത്. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെയാണ് കരുതുന്നത്. അതുപോലെ നാം വീണ്ടും ജനിച്ച മക്കളെയാണ് നാം പ്രത്യേകം കരുതുന്നത്. നാം ഓരോരുത്തരും വീണ്ടും ജനിച്ചവരായിരിക്കണം, ഓരോരുത്തരും ബോൺ അഗെയിൻ ആയിരിക്കണം, ഓരോരുത്തരും മനസാന്തരപ്പെട്ടവരായിരിക്കണം. യേശുവിനെ ഞാൻ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു, ഞാൻ യേശുവിനായി എൻ്റെ ജീവിതം കൊടുത്തു എന്ന് പറയാൻ പറ്റാത്ത ആരും നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടാവരുത്. എല്ലാവരും അനുഭവത്തിലേക്ക് വന്നിരിക്കണം. ദൈവമക്കളെ, അതിന് പകരം വേറെ ഒന്നില്ല. ഞാൻ ഇന്നയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്നയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാര്യം നടത്തി തന്നു, അതിന് ഞാൻ എൻ്റെ വീണ്ടും ജനനത്തിന് പകരമല്ല ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ വീണ്ടും ജനനത്തിന് പകരമല്ല ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആത്മാവിൻ്റെ വീണ്ടും ജനനത്തിന് പകരമുള്ള ഒരു ശുശ്രൂഷയല്ല. അതിന് പകരം ഒരു ശുശ്രൂഷ ഇല്ല. വീണ്ടും ജനനത്തിന് പകരമായി വേറൊരു ശുശ്രൂഷ ഇല്ല, വേദപുസ്തകത്തിലില്ല. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതിന് പകരമുള്ള ഒരു ശുശ്രൂഷ വേദപുസ്തകത്തിലില്ല. അത് ഞാൻ ബോൺ അഗെയിനാണ്, ഞാൻ വീണ്ടും ജനിച്ചവനാണ്, അത് പറയാനുള്ളതായ ആ പ്രാഗൽഭ്യം നാം ഓരോരുത്തരും പ്രാപിച്ചിരിക്കണം. ഇതാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. വീണ്ടും ജനന അനുഭവവും പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പള്ളി പാരമ്പര്യവും അതേ മാമൂലുകളും ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞുള്ളതായ ഒരാത്മീയം ഒരിക്കലും നന്നാവില്ല. ദൈവത്തിന് സ്തോത്രം. ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, ഒരു വീണ്ടും ജനന അനുഭവം എന്ന് പറയുന്നത് അതെൻ്റെ സ്വന്തമാണ്, അതെൻ്റെ സ്വത്താണ്. ആ സ്വത്തിൽ കൈവച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. അതെൻ്റെ ആത്മീയ സ്വത്താണ്, അതെൻ്റെ ആത്മീയ സമ്പത്താണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതെൻ്റെ ആത്മീയ സ്വത്തും സമ്പത്തുമാണ്. അതിൽ ഒരു കാരണവശാലും മാറ്റം വരില്ല. ആ സ്വത്തില്ലാതെ വരില്ല. അതാണ് വാസ്തവത്തിൽ നാം അനുഭവമാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് തീഷ്ണതയോടെയുള്ള ലേഖനങ്ങൾ, ഗലാത്യ ലേഖനവും റോമാ ലേഖനവും ഒക്കെ ഇത്ര തീഷ്ണതയോടെ അപ്പോസ്തലൻ വായിക്കുന്നത് കാരണം ഇതാണ്. ജനിച്ച കുഞ്ഞിനെ കരുതണം. അമ്മയെ പിന്നെ നോക്കിയിട്ട് പിന്നെ അമ്മയല്ല കരുതുന്നത്, ജനിച്ച കുഞ്ഞിനെയാണ് കരുതുന്നത്. പിന്നെ ജനിച്ച കുഞ്ഞിന് വേണ്ടി പ്രത്യേകം കരുതിയാൽ മാത്രമേ കുഞ്ഞിൻ്റെ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് വീണ്ടും ജനനം പ്രാപിച്ചവരെയാണ് നാം ലക്ഷ്യം വെച്ച്
വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് സഭ മാറണ്ട, സഭ ഏതെങ്കിലുമൊക്കെ ആകട്ടെ, നിങ്ങൾ ജനിച്ചു വളർന്ന സഭയിൽ നിങ്ങൾ നിൽക്കൂ. നിങ്ങൾ ഏത് പള്ളിയിലാണോ പോണത്, നിങ്ങൾ ആ പള്ളിയിൽ പോകൂ, അതിനോടൊക്കെ ചേർന്ന് നിൽക്കൂ, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ വീണ്ടും ജനന അനുഭവത്തിന് വ്യത്യാസം വരാൻ പാടില്ല. അത് മറ്റൊന്നുമായിട്ട് കൂടിക്കുഴയ്ക്കാൻ പാടില്ല. അതിന് പകരം മറ്റൊന്നില്ല, അതിന് പകരം ഒരു കൂട്ടായ്മയില്ല. വീണ്ടും ജനനത്തിന് പകരം ഒരു കൂട്ടായ്മയില്ല, ഒരു സഭയും ഇല്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് ഞാനും എൻ്റെ യേശുവുമായുള്ള ബന്ധമാണത്. അതൊരു ദൃഢബന്ധമാണ്. അതിന് പകരം മറ്റൊന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവനാമത്തെ ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് അപ്പോസ്തലൻ ഇത്ര തീഷ്ണതയോടെ, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഗലാത്യ ലേഖനമൊക്കെ അപ്പോസ്തലൻ എഴുതിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ക്രിസ്ത്യാനികൾ ചേലാകർമ്മം പരിച്ഛേദന നടത്തി നടക്കുമായിരുന്നു. ഇന്നും പരിച്ഛേദന നടത്തുന്നവരുണ്ട്. ഏതെങ്കിലും രോഗത്തിന് പരിഹാരമായിട്ടല്ല, പരിച്ഛേദന ഒരു ഭക്തിയുടെ മാർഗമായി സ്വീകരിക്കുന്നവരുണ്ട്. പരിച്ഛേദന ഏറ്റാലേ ഭക്തനാകൂ എന്ന് പഠിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്. ക്രിസ്ത്യാനികളും ആ അനുഭവത്തിൽ പോകുമായിരുന്നു. എക്സെപ്റ്റ് പൗലോസ് അപ്പോസ്തലൻ എന്നുള്ള ഒരൊറ്റ വ്യക്തിയുടെ തൂലിക പരിശുദ്ധാത്മാവ് കൊണ്ട് ചലിച്ചത് കൊണ്ടാണ് ക്രൈസ്തവരുടെ ഇടയിൽ പരിച്ഛേദന എന്ന ആ അനുഭവം മാറിപ്പോയത്. ആ ഒരൊറ്റ വ്യക്തിയാണ് അതിൻ്റെ കാരണം. പരിച്ഛേദന വേണ്ട എന്ന് പറഞ്ഞത്. വേറെ ആരും അതിനെക്കുറിച്ച് സ്പർശിച്ചില്ല. അപ്പോസ്തലൻ ഒറ്റയാൾ ആത്മനിറവിൽ തന്നെ അതിനെതിരായിട്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന് ക്രൈസ്തവരും പരിച്ഛേദനയേറ്റ് പോകുമായിരുന്നു. അതുപോലെ തന്നെ അപ്പോസ്തലൻ അല്ലെങ്കിൽ നക്ഷത്രം നോക്കി, നാള് നോക്കി, നിലാവ് നോക്കി എല്ലാം പെരുന്നാളുകളൊക്കെ ആഘോഷിച്ച് ക്രൈസ്തവരും നടക്കുമായിരുന്നു. എക്സെപ്റ്റ് പൗലോസ് എന്ന ഒറ്റയൊരാൾ നിന്നതുകൊണ്ടാണ് അതെല്ലാം മാറിയിട്ട് എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടായത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ആ തൂലികയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ചലനം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ വാള് പോലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ടാണ് എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടായി. അവിടെ ഒരു യഥാർത്ഥമായ ക്രൈസ്തവ മർമ്മം. പൗലോസ്ലീഹായുടെ വാക്ക് അത്ര കർശനമായ വാക്കുകളൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും പള്ളിയും വഴിനീളെ കുരിശു കൃഷിയും പണ്ണാരക്കുറ്റിയൊക്കെ ആയിട്ട് ക്രിസ്ത്യാനികളെങ്ങ് നടക്കുമായിരുന്നു. ദൈവമക്കളെ, അതൊക്കെ ഈ കുരിശു കൃഷിയും പണ്ണാര കൃഷിയും യഥാർത്ഥത്തിൽ ഹൃദയത്തിലാണ് ദൈവം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പഠിപ്പിച്ചതാരാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളിലാണ് വസിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലാണ് പഠിപ്പിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ ഒരാളെ പഠിപ്പിച്ചു. ദൈവമക്കളെ, ഇത്ര കരുത്തോടെ നിന്ന ആ മനുഷ്യൻ, ഇത്ര കരുത്തോടെ ഇതിനെല്ലാം പറയാൻ കാരണം എന്താ? അപ്പോസ്തലൻ ജനിച്ചു വളർന്ന സാഹചര്യം എന്ന് പറയുന്നത് നേർച്ചകളും കാഴ്ചകളും പെരുന്നാളുകളും എല്ലാമുള്ള സാഹചര്യത്തിലാണ് അപ്പോസ്തലൻ ജനിച്ചു വളർന്നത്. ആ കാലത്ത് പൗലോസ്ലീഹ ജനിച്ച യഹൂദാ സഭയിൽ ദാവീദ് യാക്കോബ് നേർച്ച നേർന്നു, ഹന്ന നേർച്ച നേർന്നു, ഇഫ്താഹ് നേർച്ച നേർന്നു. ഇത്രയും പേര് അന്ന് നേർച്ച നേരേണ്ട കാലത്താണ് പൗലോസ് ജനിക്കുന്നത്. എല്ലാവരും നേർച്ച നേരുന്ന കാലത്താണ്. അതുപോലെയുള്ള നേർച്ചകളും പൗലോസൊക്കെ നേർന്നിരുന്നോ എന്തോ എനിക്കറിഞ്ഞുകൂടാ. യെശയ്യാപ്രവചനത്തിൽ പറയും, വ്യർത്ഥമായ നേർച്ചകൾ. പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, ഈ വ്യർത്ഥമായ നേർച്ചകൾ. അതിൻ്റെ 1:13 യെശയ്യാ 1:13 പറയും, വ്യർത്ഥമായ നേർച്ചകൾ. ദൈവമക്കളെ, ഇതിലെല്ലാം മനുഷ്യനിങ്ങനെ വ്യർത്ഥമായ നേർച്ചകൾ നേർന്ന് മാമൂലുകളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശക്തിയോടെ തന്നെ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ എഴുതി, ഈ നേർച്ചയൊന്നുമല്ല നേർച്ച. യാക്കോബ് നേർന്ന നേർച്ചയോ, ഹന്ന നേർന്ന നേർച്ചയോ, ഇഫ്താഖ് നേർന്ന നേർച്ചയോ, ഇതൊന്നുമല്ല നേരേണ്ടത്. നിങ്ങൾ നേരേണ്ട നേർച്ച ഏതാണ്? അപ്പോസ്തലൻ പഠിപ്പിച്ചു. അതാണ് റോമർ 12:1-2 വാക്യം നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു നേർച്ച നിങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എന്താണ് ആ റോമർ 12:1-2 വാക്യം? ക്രൈസ്തവരായ എല്ലാവരും ആ നേർച്ച എടുത്തവരായിരിക്കണം. ആ നേർച്ച എല്ലാവരും പാലിച്ചേ പറ്റുകയുള്ളൂ. റോമാലേഖനം 12:1-2 വാക്യം അത് കാണാതെ പഠിച്ചിരിക്കണം, അത് ബൈഹാർട്ട് പഠിച്ചിരിക്കണം. ആ നേർച്ച എല്ലാവരും നേർന്നിരിക്കണം. എന്താണ് ആ നേർച്ച?
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങളുടെ ശരീരം ദൈവത്തിന് സമർപ്പിച്ചതായിരിക്കണം. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ, നിങ്ങളുടെ നാവ്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ മനോരഥം എല്ലാം, സ്വപ്നം എല്ലാം ദൈവത്തിന് സമർപ്പിച്ചതായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തിന് അനുരൂപമാകാതെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ അനുഭവിക്കേണ്ടത് ആ നേർച്ചയാണ് അനുഭവിക്കേണ്ടത്. രൂപാന്തരം എന്ന അനുഭവം നിങ്ങൾ അനുഭവിക്കേണ്ടത് അതാണ്, രൂപാന്തരം. ഈ ശരീരം ദൈവത്തിന് കൊടുക്കുന്നു, കണ്ണ് ദൈവത്തിന് സമർപ്പിക്കുന്നു, ഇന്ദ്രിയങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു, എൻ്റെ വ്യക്തിത്വം ദൈവത്തിനായി സമർപ്പിക്കുന്നു. ഇനി എൻ്റെ ഇഷ്ടമല്ല, ആ രൂപാന്തരം ഞാൻ അനുഭവിക്കുന്നു. അതാണ് ക്രൈസ്തവരായി നാം അനുഭവിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ എത്ര വ്യക്തമായി പഠിപ്പിക്കുന്നു. മനുഷ്യനറിയുന്നില്ല. മനുഷ്യന് ദൈവം ശരീരം തരുന്നു. നാം പാപം ചെയ്യുന്ന ശരീരം ആര് തന്നതാ? കള്ളു കുടിക്കുന്ന നാവ് ആര് തന്നതാ? കള്ളു കുടിക്കാനുള്ള പണം ആര് തന്നതാ? ചീത്തയായത് നോക്കാനുള്ള കണ്ണ് ആര് തന്നതാ? ഒന്ന് വായിച്ചു നോക്കൂ. ഹോശയ്യാപ്രവചനം ഒന്ന് വായിച്ചു നോക്കൂ. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമായിരിക്കണം. ഹോശയ്യ 2:8 എന്ന് വായിച്ചു നോക്കൂ. ദൈവം തന്ന ശരീരം, ദൈവം തന്ന പണം, ദൈവം തന്ന സമയം, ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന ഭാര്യ, ദൈവം തന്ന യൗവനം, എല്ലാം ദൈവം തന്നത് അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയത് ബാലിനു വേണ്ടി ഉപയോഗിച്ച, പാപത്തിന് വേണ്ടി ഉപയോഗിച്ച ധാന്യവും വീഞ്ഞും എണ്ണയും തന്നത് അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും ഞാനെന്ന് അവൾ അറിഞ്ഞില്ല. സഹോദര, നിനക്ക് ശമ്പളം തന്നത് ദൈവമാണെന്ന് നീ അറിയുന്നില്ല. നിനക്ക് വസ്തുവക തന്നത്, നിനക്ക് വീട് തന്നത്, നിനക്ക് കുടുംബം തന്നത്, കുടുംബജീവിതം തന്നത്, ആരോഗ്യമുള്ള മക്കളെ തന്നത്, പണം തന്നത്, എല്ലാം ദൈവം തന്നതാ. പക്ഷെ അതെല്ലാം നീ പാപം ചെയ്യാൻ ഉപയോഗിക്കുക, അതെല്ലാം നീ മദ്യപിക്കാൻ ഉപയോഗിക്കുക, അതെല്ലാം നിന്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ നീ ഉപയോഗിക്കുക. തന്നത് ദൈവം. പക്ഷേ ഉപയോഗിക്കുന്ന ഞാൻ അതെല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഏത് പാപത്തിന് വേണ്ടിയും ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കടകരമാണ്. ഈ അനുഭവത്തിൻ്റെ നടുവിലാണ് പൗലൂസ് ജീവിക്കുന്നത്. എന്നിട്ട് പൗലൂസ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി സമർപ്പിക്കണം. അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു. 1-ാം അധ്യായത്തിൽ, ഞാൻ പറഞ്ഞതിന് വിപരീതമായിട്ട് സ്വർഗത്തിലെ മാലാഖ വന്ന് പറഞ്ഞാൽ പോലും മാലാഖ ശപിക്കപ്പെട്ടവനായിരിക്കും. അപ്പോസ്തലൻ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു. ഒന്ന് വായിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടൊന്നും പഠിപ്പിച്ചില്ല. എൻ്റെ ബുദ്ധി കൊണ്ട് നിങ്ങളെ ഒന്നും അറിയിച്ചില്ല. എൻ്റെ ബുദ്ധി ഒന്നും ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നില്ല. ഞാൻ പഠിപ്പിച്ചത്, ഞാൻ ഉപദേശിച്ചത് മാനുഷ്യമല്ല. ദൈവമക്കളെ, എല്ലാം നാം ഓർക്കണം. നാം ഏതെങ്കിലും വിദ്യാഭ്യാസം കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. സാധാരണയായി ഞാൻ പഠിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവമക്കളെ സ്റ്റേജിൽ നിന്ന് പഠിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിൽ ദൈവവചനം പറയുന്നവർ പഠിപ്പിക്കുന്നതോ, ഒറ്റ വിഷയമേ പഠിപ്പിക്കേണ്ടതുള്ളൂ. എങ്ങനെ സ്വർഗത്തിൽ പോകാം, എങ്ങനെ ദൈവരാജ്യത്തിലെത്താം, ഇതാണ് മനുഷ്യനെ പഠിപ്പിക്കേണ്ടത്. അതാണ് സുവിശേഷം. എങ്ങനെ ദൈവരാജ്യത്തിലെത്താം, ഇതാണ് പഠിപ്പിക്കേണ്ട വിഷയം. ഈ വിഷയം പഠിപ്പിക്കാതെ ബാക്കി ഏത് പഠിപ്പിച്ചാലും പ്രയോജനമില്ല. മനുഷ്യന് എങ്ങനെ ദൈവരാജ്യത്തിലെത്താം, ഇത് മനുഷ്യനെ പഠിപ്പിക്കണം. ഇതാണ് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ. അത് മനുഷ്യനറിയില്ല. മനുഷ്യൻ തൻ്റെ കഴിവ് കൊണ്ടോ വഴിപാട് നേർന്നാലോ ഒക്കെ പോകാമെന്നാണ് കരുതുന്നത്. അതിന് പകരം എങ്ങനെ ദൈവരാജ്യത്തിലെത്താം, ആ കാര്യം മനുഷ്യനെ പഠിപ്പിക്കണം. അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. മനുഷ്യൻ എത്തിപ്പറ്റാൻ കഴിയുന്ന സ്ഥലമാണ് സ്വർഗം. ഒരു മനുഷ്യന് നരകത്തിൽ പോകേണ്ട കാര്യമില്ല. ദൈവമക്കളെ, മനുഷ്യർക്ക് എത്താൻ സാധിക്കുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാം, ആരും നരകത്തിൽ പോകേണ്ട കാര്യമില്ല. പക്ഷേ അതിനുള്ള വഴി മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് വാസ്തവത്തിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടുന്നത്.
സ്വർഗത്തിൽ പോകാനുള്ള വഴി. അതാണ് ഞാൻ സുവിശേഷം മാനുഷ്യമല്ല. മനുഷ്യൻ്റെ വൃത്തി കൊണ്ടോ പെരുന്നാൾ കൊണ്ടോ വഴിപാട് കൊണ്ടോ പോകാൻ പറ്റുകയില്ല. ഞാൻ പറയുന്ന വചനം കേട്ടാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. പൗലോസ് പറയുന്ന വചനം കേട്ടാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. അതിന് പകരം നിങ്ങളുടെ പള്ളിയിലെ പെരുന്നാളും കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ പോവില്ല. ഇതാണ് പൗലോസിലെ പഠിപ്പിച്ചത്. ഞാൻ ഉപദേശിച്ചത് മാനുഷ്യമല്ല, ഞാൻ ഉപദേശിച്ചത് സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ തികഞ്ഞവനായോ? ഇല്ല. ഞാൻ യേശുവിനെ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ അറിയുന്ന സത്യമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ തികഞ്ഞവനാണോ? അല്ല. എനിക്ക് എന്തെല്ലാം ദാരിദ്ര്യങ്ങളാണ്. എനിക്ക് ദാരിദ്ര്യമില്ലേ? ദാരിദ്ര്യമുണ്ട്. പണത്തിൻ്റെ ദാരിദ്ര്യമല്ല ഞാൻ പറയുന്നത്. കൃപയാൽ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം, അറിവിൻ്റെ ദാരിദ്ര്യം, എൻ്റെ ഹൃദയത്തിലുള്ളത് നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിയില്ല. അഥവാ ഞാൻ സുവിശേഷം പറഞ്ഞാലും എന്നേക്കാൾ നിറവുള്ളവർ പറയുന്നത് പോലെ പറയാനുള്ള ആ വ്യക്തിത്വത്തിൻ്റെ നിറവ് എനിക്കില്ല. ആത്മനിറവ് എനിക്ക് കുറവുണ്ട്. ആത്മനിറവിൻ്റെ കുറവെനിക്കുണ്ട്. ആ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. പരിശുദ്ധാത്മ നിറവിൻ്റെ ആ കുറവിൻ്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. അതെൻ്റെ വലിയൊരു ദാരിദ്ര്യമാണ്. ആ കുറവ് ഞാൻ അറിയുന്നു. കർത്താവേ, എനിക്ക് ആ കുറവുണ്ട്. അത് പരിഹരിച്ചു തരാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ദൈവമക്കളെ, ഇതാ വിത്ത് ഗുണമുള്ളൊരു വ്യക്തിത്വം. ഇതെല്ലാം വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഒരു സുവിശേഷകനാകുക എന്നൊക്കെ പറയുന്നത് അത്ര ലാഘവമായൊരു വിഷയമല്ല. ഒരു സുവിശേഷകൻ്റെ നാവിൻ്റെ പ്രത്യേകത വേദപുസ്തകത്തിലുള്ളത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആ നാവില്ല എന്ന് വചനം പറയുന്നവർക്കറിയാം നിങ്ങൾക്ക് ആ നാവ് കിട്ടിയിട്ടില്ല എന്ന്. എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സുവിശേഷം പറയുന്ന നാവ്, അതിൻ്റെ ഗുണവിശേഷങ്ങൾ നിങ്ങൾ വേദപുസ്തകത്തിലുണ്ടെങ്കിൽ ഒന്ന് കുറിച്ചെടുത്തോ, പെട്ടെന്നൊന്ന് കുറിച്ചെടുത്തോ. ഞാൻ വേഗത്തിൽ വായിക്കാം. സദൃശവാക്യം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. ഒരു സുവിശേഷകൻ്റെ നാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവമക്കളെ, സുവിശേഷം സ്റ്റേജിൽ തന്നെ പറയണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ പറയാം. നമ്മുടെ ലേഡീസ് മീറ്റിങ്ങിൽ ഒരു മുദ്രാവാക്യമുണ്ട്, ബി എ മിഷണറി ആൻഡ് മദർ ഓഫ് എ മിഷണറി. നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. ഒരു വീട്ടിലെ മിഷണറി ആവുക. അമ്മയാകുമ്പോൾ, കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ ഒരു മിഷണറി ആക്കുക. ബി എ മിഷണറി ആൻഡ് മദർ ഓഫ് എ മിഷണറി. ദൈവത്തിന് സ്തോത്രം. ഒരു സുവിശേഷകന്റെ നാവിൻ്റെ പ്രത്യേകത, രക്ഷിക്കപ്പെട്ടവൻ്റെ നാവെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സവിശേഷതയുണ്ട്. എന്താണ് അതിൻ്റെ സവിശേഷത? 11-ാമത്തെ വാക്യം വായിക്കൂ. നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു. നീതിമാന്റെ വായ് ജീവന്റെ ഉറവാണ്. അതിൻ്റെ നാവിലൂടെ ജീവൻ തുടിക്കും. രക്ഷിക്കപ്പെട്ടവൻ്റെ നാവിലൂടെ, സുവിശേഷം പറയുന്നവൻ്റെ നാവിലൂടെ വചനം കേട്ടാൽ ജീവൻ തുടിക്കും. അതിൻ്റെ 20-ാമത്തെ വാക്യം. നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി. നീതിമാന്റെ നാവ് മേൽത്തരമായ വെള്ളി. 21-ാമത്തെ വാക്യം. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും. നീതിമാന്റെ അധരം പലരെയും പോഷിപ്പിക്കും, ആഹാരം കൊടുക്കും, വളർത്തും. രക്ഷിക്കപ്പെട്ടവൻ്റെ നാവ്, ദൈവമക്കളെ, വലിയ സുവിശേഷമൊന്നുമല്ല. വീട്ടിൽ തന്നെ അമ്മയാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട ഒരു അമ്മയാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട ഒരു വല്യമ്മയാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട ഒരു ആ വീട്ടിലെ മുത്തശ്ശിയാണെങ്കിൽ, അവളുടെ നാവിന് ആ പ്രത്യേകതയുണ്ട്. അത് പോഷിപ്പിക്കും, അത് പരിപാലിക്കും, അത് മേൽത്തരമായ വെള്ളി പോലെ. അതിന് 31-ാമത്തെ വാക്യം. നീതിമാന്റെ വായ ജ്ഞാനം മുളപ്പിക്കുന്നു. നീതിമാന്റെ വായ ജ്ഞാനം മുളപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് സുവിശേഷം കേൾക്കുന്നവരുടെ ഉള്ളിൽ ദൈവിക ജ്ഞാനം മുളയ്ക്കും. കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ടാകും. വചനം വായിക്കാൻ ആഗ്രഹമുണ്ടാകും. യേശുവിനെ പോലെ ആകാനുള്ള ആഗ്രഹം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ നമ്മൾ പ്രിയപ്പെട്ട യോഹന്നാൻ സാർ ഇവിടെ പഠിച്ചിട്ടുണ്ട്. നീതിമാന്റെ നാവ് ജ്ഞാനം മുളപ്പിക്കും. ജ്ഞാനം അവിടെ ഇല്ല, പക്ഷേ മുളയ്ക്കും. അവിടെ മുളയ്ക്കും. അതുവരെ ഇല്ലാത്തടത്ത് ആത്മീയം മുളയ്ക്കും. ദൈവക്കളെ, ഇത് അവരവരുണ്ടാക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം നീതിമാൻ വീണാലും 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. നീതിമാൻ വീണവൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. സദൃശവാക്യം 24-ാം അധ്യായത്തിലല്ലേ, 24-ാം അധ്യായത്തിൽ പറയും 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഭാഗ്യ അനുഭവമാണ്. ദൈവമക്കളെ, അവൻ വീണാലും എഴുന്നേൽക്കും. 6 കഷ്ടത്തിൽ നിന്നും ദൈവം അവനെ വിടുവിക്കും. 7-ാമത്തേതിലും ദൈവം അവനെ
രക്ഷിക്കും. യോബിൻ്റെ പുസ്തകം 5:19 പറയും, 6 കഷ്ടത്തിൽ അവനും വീഴും, 7-ാമത്തേലും അവനെ വിടുവിക്കും ദൈവം. ദൈവമക്കളെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ ആ വാക്യം നിങ്ങളൊന്ന് പറയണം കേട്ടോ. 5:19 യോബിൻ്റെ പുസ്തകം 5:19. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്കൊന്ന് കരമുയർത്തി പറയാവോ? ഹല്ലേലൂയ. എന്താണ് പറയേണ്ടത്? ഒന്നുകൂടെ വായിച്ചോ. എന്താ പറയേണ്ടത്? 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ എന്നെ വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലെ 6 കഷ്ടങ്ങൾ പുറകെ ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. വെള്ളിയും വേണ്ട, പൊക്കണവും വേണ്ട. ദൈവവേലയ്ക്ക് പോകുമ്പോൾ പണം വേണ്ട, കൂടെ കൊണ്ടുപോകേണ്ട. കർത്താവ് പറഞ്ഞു, തൽക്കാലത്ത് ഒരു കാലത്ത് നിനക്ക് പണം ഉണ്ടാകണ്ട എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ നിനക്ക് 10 രൂപയുടെ കുറവുണ്ടോ സഹോദര, അത് സാരമാക്കണ്ട. ഇപ്പോൾ 15 രൂപയുടെ കുറവുണ്ടോ, 100 രൂപയ്ക്ക് കുറവാണോ, ദാരിദ്ര്യമാണോ, അത് കണക്ക് കൂട്ടണ്ട, അത് ദാരിദ്ര്യമായി കണക്കാക്കണ്ട. നീ പൊക്കണത്തിന്റെ കാര്യം ചിന്തിക്കണ്ട. അവൻ തക്ക സമയത്ത് നിനക്ക് തന്നുകൊള്ളും, ആഹാരം ഇട്ട് തന്നുകൊള്ളും. 6 കഷ്ടത്തിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. 7-ാമതോ അടുത്തതോ? 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. ഇതുവരെ കഷ്ടങ്ങളിൽ നിന്നെല്ലാം അവനെ വെടിവിച്ച ദൈവം ഇനി വരാൻ പോകുന്ന കഷ്ടങ്ങളിലും തിന്മ എന്നെ തൊടുകയില്ല. ഞാൻ വീണാൽ നിലം പരിചായി പോകയില്ല, നീതിമാൻ വീണാൽ നിലം പരിചാകയില്ല. വലിയവനായൊരു ദൈവത്തെ നിങ്ങൾ നോക്കുക. അവനതാ ക്രൂശിക്കപ്പെട്ടവനായി കിടക്കുന്നു. ദൈവത്തിലെ അവന്റെ വാഗ്ദത്തമാണ്, അവനെ വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണ്. 7-ാമത്തെ കഷ്ടവും നിന്നെ തൊടുകയില്ല. വരാൻ പോകുന്ന കഷ്ടവും നിന്നെ കീഴടക്കി കളയത്തില്ല. വരാൻ പോകുന്ന രോഗവും നിനക്ക് ഭീഷണിയായി തീരുകയില്ല. നീ നേരിടാൻ പോകുന്ന വിഷയവും നിന്നെ വേരോടെ പറിച്ചു കളയുകയില്ല. നീ അതിനെല്ലാം മറികടന്ന് അപ്പുറം കടത്തുവാൻ ശക്തനായ ബലമുള്ള കരുത്തുള്ളവരുടെ കരുതലിലേക്ക് ജീവിതം വെച്ചു കൊടുക്കുക മക്കളെ. ഹല്ലേലൂയ. അവന്റെ കയ്യിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. വന്ന കഷ്ടങ്ങൾ കർത്താവേ, ഇനി വരാൻ പോകുന്നത് അതിൽ വലുതായാലും ശരി, ഞാൻ അപ്പുറേ കിടക്കും. എന്നെ കടത്താൻ ഒരുത്തനുണ്ട്. കുരിശിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. അവൻ മടങ്ങി വരുന്നവനാണ്. അവനാണ് എൻ്റെ നാഥൻ, അവനാണ് എൻ്റെ രക്ഷകൻ. അവനെത്രേ എൻ്റെ വാത്സല്യവാനായ യേശു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ കരങ്ങളെ താഴ്ത്തിയിടുക. ഹല്ലേലൂയ. ദൈവത്തിലെ നീ ഒളിച്ചിരിക്കേണ്ടവനല്ല. പ്രശ്നം നിന്റെ ഹൃദയത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ. നിനക്ക് കുറവുണ്ട്. നീ ഒളിച്ചിരിക്കാനുള്ള കാര്യം യേശുവിന് മനസ്സിലായി. നീ ഒളിച്ചിരിക്കുക. കാരണം നിനക്ക് പ്രശ്നമുണ്ട്, നിനക്ക് പാപമുണ്ട്. നീ ഒളിച്ചിരിക്കുക. എന്നാൽ യേശു സക്കായിയോട് പറയുക, സക്കായിയെ, പ്രശ്നമുള്ളത് കൊണ്ട് നീ ഒളിച്ചിരിക്കേണ്ടവനല്ല. നീ താഴെ ഇറങ്ങി എൻ്റെ കൂടെ വാ. ദൈവത്തിന് സ്തോത്രം. നീ താഴെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? നീ എൻ്റെ കൂടെ അങ്ങ് നടന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് അധികമൊന്നും നിങ്ങളോട് പറയാനില്ല. യേശു അതെ സക്കായിയോട് പറയുന്ന, സക്കായി, നീ ഒളിച്ചിരിക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് ആരും ഒളിച്ചിരിക്കണ്ട കേട്ടോ. പാപത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കണ്ട കേട്ടോ. എനിക്ക് പൊക്കം കുറവാ, എനിക്ക് പണം കുറവാ, എനിക്ക് വിദ്യാഭ്യാസം കുറവാ, എനിക്ക് വിശുദ്ധി കുറവാ, എനിക്ക് സ്നേഹം കുറവാ, എനിക്ക് സാമർത്ഥ്യം കുറവാ. ആരും ഒളിച്ചിരിക്കണ്ട കേട്ടോ. നീ താഴോട്ട് ഇറങ്ങി വന്നിട്ട് എൻ്റെ കൂടെ അങ്ങ് നടന്നാൽ മതി എന്നാ യേശു പറയുന്നത്. യേശുവിൻ്റെ കൂടെ അങ്ങ് നടന്നാൽ മതി. യേശു വേറെ എങ്ങോട്ടുമല്ല പോണത്. യേശു നിന്റെ വീട്ടിലേക്കാണ് പോണത്. യേശു നിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. യേശു നിന്റെ വീട്ടിലേക്കാണ് പോണത്. സക്കായിക്ക് മനസ്സിലായി, കുഴപ്പം എൻ്റെ ഹൃദയത്തിലാണെന്ന് മനസ്സിലായി. സക്കായിയുടെ കുഴപ്പം സക്കായിയുടെ ഹൃദയത്തിലാണെന്ന് മനസ്സിലായപ്പോൾ സക്കായിക്ക് നല്ല ധൈര്യമായി. സക്കായിക്ക് അബ്രഹാമിനെ പോലെ സക്കായി വിശ്വാസിയായി നല്ല ധൈര്യമായി യേശുവിൻ്റെ കൂടെ നടക്കാനുള്ള ധൈര്യം സക്കായിക്ക് കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ധൈര്യമാണെന്ന് നിങ്ങൾക്ക് വേണ്ടത്. ഇവൻ അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. ദൈവവേദലെ, നിനക്ക് ആ ധൈര്യം കിട്ടിയോ? സക്കായിക്ക് ആ ധൈര്യം കിട്ടി. യേശുവിൻ്റെ കൂടെ നടക്കാനുള്ള ധൈര്യം കിട്ടി. ഹല്ലേലൂയ. അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ആരും വിളിച്ചിരിക്കണ്ട. എല്ലാവരും താഴോട്ട് ഇറങ്ങുക. മകനെ, നീ താഴോട്ട് ഇറങ്ങുക. നിന്റെ പാപത്തെ ഓർത്ത് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയല്ല. നീ മദ്യപിച്ചതോർത്ത് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയല്ല.
നിനക്ക് അരുതാത്ത വന്നു പോയെന്ന് ഓർത്ത് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയല്ല. ഭാര്യയെ മർദ്ദിച്ചു പോയെന്ന് ഓർത്ത് തൊലപ്പെട്ട് ഒളിച്ചിരിക്കുകയല്ല. ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി കടന്നു പോയെന്ന് ഓർത്ത് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയല്ല. ഇന്ന് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകുക. ഹല്ലേലൂയ. ദൈവത്തിലെ നീ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട്, ദൈവത്തോട് മുമ്പോട്ട് പോകുക. ദൈവം നിന്നോട് കൂടെ സക്കായി ഒരു കാലെടുത്ത് വെച്ചാൽ യേശു അടുത്ത കാല് വെച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിലെ നീ അവൻ്റെ കൂടെ മുന്നോട്ട് പോകുക. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത്ര നല്ലവനായ ഒരു യേശു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. സക്കായി ദൈവത്തെ വിശ്വസിച്ചു. ദൈവമക്കളെ, അവൻ്റെ പാപം ക്ഷമിച്ചു. എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് ഇതേ ഉള്ളൂ. നിങ്ങളുടെ പാപം ക്ഷമിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളെ മുന്നോട്ട് നടത്തുന്ന ഒരു യേശുവുണ്ട്. 6 കഷ്ടത്തിൽ വീണു, ഇനി 7ാമത്തെ കഷ്ടം വരുമ്പോഴും ഞാൻ വീഴുകയില്ല. ഉറപ്പായിട്ടൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. ഉറപ്പായിട്ടൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവത്തിലെ അവൻ നിന്നെ വിടുവിക്കാൻ ശക്തനാണ്. അവൻ്റെ ജീവിതം കൈമാറുക, ജീവിതം അവന് കൊടുക്കുക. കൈ കൊടുക്കുന്നവർ, ജീവിതം കൈമാറുന്നവർ, ഇന്ന് വരെ തീരുമാനമെടുത്തിട്ടില്ലാത്തവർ ഇപ്പോൾ തീരുമാനമെടുക്കുക. ഇതുവരെ തീരുമാനിക്കാത്തത് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. ഇതുവരെ എടുക്കാത്ത സമർപ്പണം ഇപ്പോൾ എടുക്കുന്നവർക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ, 7ാമത്തെ കഷ്ടത്തിലും ഞാൻ ജയിക്കും. ഹല്ലേലൂയ. ഞാനിതാ പുതിയ സമർപ്പണത്തോടെ, പുതിയ തീരുമാനത്തോടെ, പുതിയ ഉത്സാഹത്തോടെ യേശുവിൻ്റെ കൂടെ സക്കായി നടന്നതുപോലെ, പാപിയായ സക്കായി യേശുവിൻ്റെ കൂടെ നടന്നതുപോലെ, പടപ്പതിയനായ സക്കായി യേശുവിൻ്റെ കൂടെ നടന്നതുപോലെ, ഇന്ന് രാത്രി ഞാൻ യേശുവിൻ്റെ കൂടെ നടന്ന് എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ പോണത്. യേശുവിൻ്റെ കൂടെയാണെന്ന് മാത്രം. എൻ്റെ വീട്ടിലേക്ക്, മദ്യമുള്ള വീട്ടിലേക്ക്, കോലാഹലമുള്ള വീട്ടിലേക്ക് ഞാൻ യേശുവിൻ്റെ കൂടെ നടന്ന് എൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ എൻ്റെ അവസ്ഥ മാറും. ഹല്ലേലൂയ. നേരം വെളുത്തപ്പോൾ യേശു ഇവിടെ പാർത്തു. പിറ്റേ ദിവസം യേശു പറഞ്ഞു, ഇവൻ അബ്രഹാമിൻ്റെ മകൻ. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ നീ അബ്രഹാമിൻ്റെ മകനായിട്ടാണ് എഴുന്നേൽക്കാൻ പോണത്. അബ്രഹാമിൻ്റെ മകനായിട്ടാണ് നാളെ നേരം വിളിക്കുമ്പോൾ നീ അബ്രഹാമിൻ്റെ മകനായിട്ട് വീറോടെ, വീര്യത്തോടെയാണ് എഴുന്നേൽക്കാൻ പോണത്. ശക്തനായ ഒരുത്തൻ നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. നവരങ്ങളെ താഴ്ത്തിയിടുക. നല്ല ദൈവമേ, തന്ന സമയത്തിനായി സ്തോത്രം. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളെ കഴുകി വെടിപ്പാക്കി അയക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉത്തരം തരുമാറാകണമേ.